ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അസോസിയേഷന്റെ പാർട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നതും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഫിലിമിന്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസ് ആണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാകാൻ സാധിച്ചത്. സോ താങ്ക് യു നമുക്ക്, താങ്ക് യു ഗൗതം സർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. താങ്ക് യു. ഹലോ മോദി, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് ഗൗതം സാറിനും മമ്മൂട്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സീന് ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നമസ്കാരം. നമുക്ക് എവിടെയാണ്? ആദ്യം വളരെയധികം സന്തോഷം. 2025 സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഈ ടീമിനും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. സന്തോഷം. നമുക്ക് ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ എന്നോട് ഗൗതം സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത്, ഈ സിനിമ എങ്ങനെ പോകും എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായെ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടത്? പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറെ റിവ്യൂ കണ്ടിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാവുന്നത്? പ്രത്യേകിച്ച് അവരോട് അഭിപ്രായം പറയാനില്ല. അവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറെ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ച് നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല ഇവിടെ ചെയ്യുന്നത്. അയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും കുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു കുസ്തിക്കാരനൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരെയൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടെന്ന് നമുക്കിവിടെ. ഞാൻ ചെയ്തിട്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാറ് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ, കുറച്ചുകൂടെ സ്വാഗതം ഉണ്ടാക്കാൻ വേണം. അത് വേണ്ടല്ലോ, നമുക്ക് സ്വാഗതം പാടുന്നുണ്ടല്ലേ. അപ്പൊ അത് വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. അപ്പൊ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകന്റെ സിനിമാ അവബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അതുകൊണ്ട് സാധിക്കുമെന്നത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കാനോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാം. പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കൊന്ന്. ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കൈയടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയാണ് ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ടായെന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ടാന്ന്, പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. എന്ന് സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ, അന്ന് പെട്ടുപോയില്ല എന്ന് വെച്ചാൽ ചെയ്തു പോയത്. അതുകൊണ്ട് അതിന്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്ററൊക്കെ ഇറങ്ങി വെച്ചു. അതിന്റെ എത്രത്തോളം മോശമായിട്ടുള്ള അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അതൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എന്റെ. പ്ലസ് പടത്തൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ ഡൊമിനിക്കായിട്ട് പറഞ്ഞത്. അപ്പൊ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഈ
കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജീവി. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചാൽ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു? ആ കഥ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അന്നൊരു 10-20 വർഷമായിരുന്നു. 2005 20 വർഷം കൃത്യം. അത് അനുഭവിച്ച് കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. നല്ല കഥയാണ്. പക്ഷെ അതിപ്പോ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ലേ, സസ്പെൻഡാണ്. റിട്ടയറിംഗ് പോലീസ്. അതേ റിട്ടയർമെന്റ് ആണ്. ഇനി നടക്കുമോ? എങ്ങനെയാ സാധ്യതയുണ്ടോ? ഇനിയിപ്പോ പുള്ളി അത് കഴിഞ്ഞിടത്ത് വേറെ കഥകളുണ്ടല്ലോ. അതൊക്കെയൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഈ തവണ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല. പുള്ളി പോയിട്ടില്ല. പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ അല്ല, കഥ കേട്ടോണ്ട് പുള്ളി മിസ് കിട്ടിയെന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയാം. നമ്മൾ ആദ്യമായിട്ട് ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. ജീവൻ സാർ, അധികമൊന്നും നമുക്ക് ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്ത് പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മൂക്കയുടെ ശബ്ദമാണ് പൈസ വേസ്റ്റ് ആയതിനു ശേഷം. ആ നന്ദിയുടെ എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പടത്തിനകത്തുണ്ട് മമ്മൂക്കയിൽ ഇതുവരെ സിനിമയിൽ കാണാത്തത്. ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ പിക്ക് ചെയ്തത്? എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം? ആ